പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം LDF-ന് പ്രസിഡന്റായി ഡോക്ടർ CK സബിത തിരഞ്ഞെടുക്കപ്പെട്ടു. നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായിട്ട്. സാരംഗ്, കുറേ അടുത്തുണ്ട് ഈ നറുക്കെടുപ്പ്. സത്യത്തിൽ നറുക്ക് നഷ്ടപ്പെട്ടു എന്നവർക്കുണ്ടാകുന്ന ഒരു വേദന വളരെ വലുതാണെങ്കിലും അത് അല്ലേ നടപടിക്രമമാണ്, പാലിക്കാതെയും പറ്റില്ല. എങ്ങനെയാണ് അവിടുത്തെ ഒരു സീറ്റ് നില എങ്ങനെയായിരുന്നു, എങ്ങനെ നടന്നു? ദിവിഷ്, കേരളം മുഴുവൻ കാത്തിരുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമായി തന്നെയാണ് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ മുഴുവൻ കേരളവും ഒരുപോലെ തന്നെ കണ്ടത്. കാരണം ഇത്തരത്തിൽ കേരളം മുഴുവൻ ഇത്തരത്തിൽ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഇവിടെ UDF അംഗങ്ങൾ മാറി നിൽക്കുന്നു. അത്തരത്തിൽ വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാകുന്നു. കോൺഗ്രസ് അംഗങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നു. അതേസമയം LDF-നും UDF-നും 9 സീറ്റുകൾ വീതമാണ് പുല്ലൂർ പെരിയ പഞ്ചായത്തിനകത്തുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കല്യോട്ട് ഇരട്ടക്കൊല നടന്നതിന് ശേഷം വീണ്ടും തിരിച്ചു പിടിക്കുകയാണ് LDF പഞ്ചായത്തിൻ്റെ ഭരണം എന്നുള്ളത് തന്നെയാണ്. അവസാന ഘട്ടത്തിൽ KPCC നേതാക്കളടക്കം ഇടപെട്ടുകൊണ്ട് തന്നെ ഒരു സമവായത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചെങ്കിലും ഭാഗ്യം LDF-നെ തുണച്ചു എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. LDF പ്രവർത്തകരൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ്. കാരണം അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ തട്ടകങ്ങളൊക്കെ തന്നെ വീണ്ടെടുത്തുകൊണ്ടാണ് അവരിപ്പോൾ വിജയത്തിലേക്ക് എത്തുന്നത്. ഇനി വരുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൂടി LDF എത്തുകയാണെങ്കിൽ ഇത് LDF-ന്റെ സമ്പൂർണ്ണ വിജയം എന്നുള്ള രീതിയിൽ തന്നെ കാണേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ് നടക്കുന്നത്. എന്തായാലും UDF അംഗങ്ങളൊക്കെ തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന കാഴ്ചയും കൂടി കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഏക BJP അംഗമാണ് പഞ്ചായത്തിലുള്ളത്. അദ്ദേഹം വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. എന്തായാലും ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ടൗണിലേക്ക്, പെരിയ ടൗണിലേക്ക് തന്നെ പ്രകടനമായിക്കൊണ്ട് LDF പ്രവർത്തകർ പോയിക്കൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളടക്കം നയിക്കുന്ന ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഒട്ടേറെ പ്രവർത്തകരുണ്ട്. ആ ഒരു വലിയ ആവേശം കാണാൻ സാധിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ഇവിടെ നടക്കും.